ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മാത്രം ജീവിതകഥയല്ല, എന്നെ പോലെ ഒരുപാട് പേരുടെ ജീവിതകഥയാണ്. ഇത് അത്ര വലിയ കഥ ഒന്നല്ല കേട്ടോ, ഒരു ചെറിയ കഥ. അങ്ങനെ രാവിലത്തെ സ്ഥിരം നടത്താൻ കഴിഞ്ഞ് മുതലാളിയുടെ കൂടെ ഞാനും എൻ്റെ കൂട്ടുകാരനും വീട്ടിലെത്തി. എടാ, നിനക്ക് വേദനിച്ചാ? നീ കുറെ കല്ലും മുള്ളൊക്കെ ചവിട്ടുണ്ടായിരുന്നല്ലോ. ഏയ് അതൊന്നും സീനില്ലടാ, ഇതൊക്കെ നമ്മുടെ ലൈഫല്ലേ. കുറെ മഴയൊക്കെ കൊള്ളുണ്ടായിരുന്നില്ല, നാളെ പനി പിടിക്കോ? മഴയൊക്കെ നമ്മൾ എത്ര കൊണ്ടിരിക്കണ്. എടാ അധികം വർത്താനം പറയാനുള്ള സമയമൊന്നുമില്ല, പള്ളി പോണം നമുക്ക്. മുതലാളി ഇപ്പൊ വരും. മുണങ്ങാൻ പോലും സമയം കിട്ടിയില്ലല്ലോടാ. ഡാടാ, മുതലാളി വരുന്നുണ്ട്, അയ പോവാ. രാവിലെ തന്നെ പള്ളിയെ പോകാന്ന് പറഞ്ഞാ അതൊരു സുഖ. നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യല്ലത്. അതിപ്പോ എത്ര കല്ലും മുള്ളും ചവിട്ടിയാലും അതിന്റെ സുഖം വേറെ തന്നെയാ. ഈ മുതലാളിക്ക് ഒന്ന് നേരത്തെ ഇറങ്ങിക്കൂടെ? ഒരു മുഴുവൻ കുർബാന കണ്ടിട്ട് എത്ര നാളായി എന്നറിയും. ഈ തേനി ഇല്ലാണ്ടാവണ ആളെ മുമ്പ് മുതലാളി മുഴുവൻ കുർബാന കാണിക്കോ? ആ സമയത്തിന് ഒരു മാറ്റൂല. ഇതാ നമ്മുടെ സ്ഥിരം ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്നും മഴ കൊണ്ട് നിക്കണ്ട വരാവോ? ഇതാരീ കുർബാന ചെല്ലണ? നീ ഒന്നും മിണ്ടാണ്ട് കുർബാന കാണണ്ട. കുർബാന കഴിയണാട്ട് മുമ്പ് ഇവനെ എവിടേക്ക് പോണേ? ഡാടാ ഇവനെന്ത് ഇവിടെ നിക്കണേ? ഇവനെന്തൊരു ടൈപ്പ് മണക്കുണ്ടിട്ടാ. ഡാടാ ഇയാളെന്തിനാ എന്നിടണേ? എടാ എന്നെ കൊണ്ടുപോകണോ? എടാ എന്നെ കൊണ്ടുപോയില്ലെന്ന് പറയ്. ചേട്ടാ പതുക്കെ ചവിട്ട് ചേട്ടാ, എനിക്ക് വേദനിക്കുന്നുണ്ട് ചേട്ടാ. ചവിട്ടല്ലേ ചേട്ടാ, ചേട്ടാ പ്ലീസ് ചേട്ടാ. കള്ള നസ്രാണി. ഞാനും